എമർജൻസിയായ വീഡിയോ ആണ്. പ്ലീസ് ഈ പെണ്ണുമോന്റെ ജീവൻ രക്ഷിക്കാൻ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യണം. റഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ നമസ്കാരം, ഞാൻ ജാബിർ നിസാമിയാണ്. വളരെ എമർജൻസിയായ വീഡിയോ ആണ്. എന്റെ ചാരിറ്റി പ്രവർത്തനത്തിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ, ഇതുപോലത്തെ ഒരു വേദന, ഇതുപോലത്തെ ഒരു അവസ്ഥ ഇന്നേ വരെ നേരിട്ടിട്ടില്ല എന്നതാണ് സത്യം. ഒരു നാടും നാട്ടുകാരും ഇവിടെയുള്ള യുവാക്കളും മഹല്ല് പ്രസിഡന്റും ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒരുമിച്ചുകൂടി 16 വയസ്സുള്ള ഒരു പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത്. ആ കുടുംബത്തെ കാണിക്കാനോ ആ പൊന്നുമോന്റെ വീഡിയോ ആസ്പത്രിയിൽ നിന്ന് കാണിക്കേണ്ട ഒരു സ്ഥിതിയിലും ഞങ്ങൾ ആരുമല്ല. അത്രക്കും എമർജൻസിയാണ്, വളരെ എമർജൻസിയാണ്. ഇപ്പൊ തന്നെ ഈ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. ജില്ലയിലെ കുഞ്ചിലം പൈനരി മുസ്ലിം ജമാഅത്ത് ഇതിന്റെ സെക്രട്ടറിയായി മഹല്ല് സെക്രട്ടറിയായി ഒരുപാട് കാലം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, പ്രിയപ്പെട്ട സഹദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന്റെ പൊന്നുമോൻ സഹൽ, 16 വയസ്സ് മാത്രമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ആ പൊന്നുമോന്റെ മുഖം കാണുമ്പോ, ആ ചന്തമുള്ള ആ രസമുള്ള മുഖം കാണുമ്പോ, ഹൃദയമുള്ള മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും ഇത് തട്ടിമാറ്റാൻ സാധിക്കുകയില്ല. വളരെ എമർജൻസിയാണ്. ആ പൊന്നുമോൻ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഒരു അപകടം സംഭവിച്ചു. ഒരു മരത്തിൽ നിന്ന് പടച്ച റബ്ബിന്റെ വിധിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മംഗലാപുരം KMC ആസ്പത്രിയിൽ ICUവിൽ ജീവൻ മരണ പോരാട്ടമാണ് ആ പൊന്നുമോൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ പൊന്നുമോന്റെ ചികിത്സക്ക് 15 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ നാട്ടുകാരും ഞങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നത്. ഈ നാട്ടുകാർ ആ സമയത്ത് തന്നെ ആ പൊന്നുമോൻക്ക് അപകടം സംഭവിച്ച ഉടനെ ഈ നാട്ടുകാർ നല്ലൊരു ഇടപെടൽ നടത്തി 5 ലക്ഷം രൂപയോളം ഈ പാവപ്പെട്ടവർ, ഈ നാട്ടുകാർ സമാഹരിക്കുകയും ആ പൊന്നുമോന്റെ പ്രാഥമികമായ ശസ്ത്രക്രിയക്കും സർജറിക്കും ഈ നാട്ടുകാർ ഒത്തൊരുമിച്ച് കുടുംബവും കൂട്ടുകാരും എല്ലാവരും ചേർന്ന് 5 ലക്ഷം രൂപ കണ്ടെത്തി കൊടുത്തു. ഇനിയുള്ള 15 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ മറ്റു വീഡിയോകളെ പോലെ കാണാതെ, ആ കുടുംബത്തെ കണ്ടില്ല, സങ്കടം കണ്ടില്ലെന്ന് ഇതാരും മാറ്റി നിർത്താതെ ഈ നാട് മൊത്തം സാക്ഷിയാണ്. ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിയിൽപ്പെട്ട വളരെ എമർജൻസി സാഹചര്യമായതുകൊണ്ട് ഇവിടെ കമ്മിറ്റിയിൽപ്പെട്ട 4 ആളുകളുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ ഒക്കെ ഇതിൽ വെക്കുന്നുണ്ട്. കൃത്യമായി നിങ്ങൾക്ക് ഇവിടുത്തെ മഹല്ലിന്റെ അന്വേഷിക്കാനുള്ള നമ്പറും ഇതിൽ വെക്കുന്നുണ്ട്. കൃത്യമായി നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഒരാൾ പോലും തട്ടിമാറ്റരുത്. പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അവസ്ഥയാണ്. ആ കുട്ടിയുടെ കൊടലും അതുപോലെ മൂത്രസഞ്ചിയൊക്കെ പുറത്തു വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ പണമില്ലാതെ ഒരു നിലക്കും ആ പൊന്നുമോൻക്ക് തടസ്സമാകരുത്. ജീവിച്ചു കൊതി തീരാത്ത ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാൻ നമ്മളല്ലാതെ സഹായിക്കാൻ ആരുമില്ല. വളരെ മാന്യതയോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്. അപ്രശീതികമായി വന്ന ഈ ഒരു അപകടം ആ കുടുംബത്തെ തകർന്നു കളഞ്ഞു. ഒരു പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഹുസൈൻ ഉസ്താദിന്റെ കുടുംബമാണ്. ആ പണ്ഡിതനെയോ കുടുംബത്തെയോ കൊണ്ടുവരാൻ പോലും നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. നമ്മയൊക്കെ പഠിപ്പിച്ച, നമുക്ക് വേണ്ടി ദിശാബോധം നൽകിയ ആ പ്രിയപ്പെട്ട പണ്ഡിതൻ കുടുംബത്തിന്റെ ഒരു കൺമണിയെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ മുമ്പിൽ യാചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ജില്ലയിൽ, എന്റെ നാടിന്റെ സമീപമുള്ള ഒരു പ്രദേശത്തുള്ള ഒരു പൊന്നുമോന്റെ ജീവനാണ്. പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് നിങ്ങൾ ആരും തട്ടിമാറ്റരുത്. ഒരു അഭ്യർത്ഥനയുണ്ട് ഈ വീഡിയോ കാണുന്നവരോട്. എനിക്ക് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത്, ആ പൊന്നുമോൻക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. ഇന്ന് ആസ്പത്രിയിൽ പോയി ഞാൻ സംസാരിച്ചപ്പോ ഡോക്ടർമാർ 100% ആ പൊന്നുമോൻ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ള ഉറപ്പ് നൽകിയത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും, ഈ നാട്ടിലെ എല്ലാവരും, ഈ രാത്രി സമയത്ത് പോലും ആ കുടുംബം അത്രക്കും നല്ല കുടുംബമാണ്. ഈ മഹല്ലിന്റെ സെക്രട്ടറിയായി ഈ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് ഈ നാട്ടുകാരൊക്കെ ഈ സമയത്ത് പോലും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോട്ടയം ജില്ലയിലെ കുഞ്ചിലം എന്നുള്ള മഹല്ലാണ്. ഇവിടുത്തെ മഹല്ലിലെ സെക്രട്ടറി അടുത്ത് സയ്യിദിന്റെ മകൻ സഹൽ എന്ന് പറയുന്ന പൊന്നുമോൻ അപ്രതീക്ഷിതമായി വന്ന അള്ളാഹുവിൻ്റെ ഖദാ എന്ന് പറയാം. അപ്രതീക്ഷിതമായി വന്നൊരു അപകടം കാരണം മംഗലാപുരം ഹോസ്പിറ്റൽ വളരെ തേങ്ങ നിലയിലാണുള്ളത്. വലിയൊരു സംഖ്യയാണ് ആ കുടുംബത്തിന് താങ്ങാവുന്നപ്പുറമുള്ള ഒരു സംഖ്യയാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. പ്രായമുള്ള യുവാക്കള് നിറകണ്ണുകളോടെയാണ് ഓരോ ആളുകളും ഗ്രൂപ്പുകളിലും ഇവിടെയുള്ള നാട്ടിലെ ഓരോ കടകളിലും ചന്തകളിലും ഇന്ന് നാപ്പോക്കിന്റെ തെരുവോരങ്ങളിലും തന്റെ സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അവർ യാചിക്കുന്ന രംഗം ഞാൻ കണ്ടപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഗൗരവം അത്രത്തോളം മനസ്സിലാക്കിയത്. ദയവ് ചെയ്ത് പ്ലീസ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും, എമർജൻസിയാണ്, അടിയന്തരമാണ്,
ഇവിടുത്തെ മഹല്ല് പ്രസിഡന്റ് ഉണ്ട്, ഇവിടുത്തെ നേതാക്കളുണ്ട്, ഇവിടുത്തെ ഉസ്താദന്മാരുണ്ട്. ഈ നാട്ടുകാരുടെ ഭക്തി നിർബലമായ പ്രാർത്ഥനയും എന്നും നിങ്ങൾക്കുണ്ടാകും. ഇത് ഏറ്റെടുക്കണമെന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ച് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.